ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മുടെ പഴയ ബാക്ക്. നമ്മൾ നമ്മുടെ പഴയ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ പഴയ അന്തരീക്ഷം. ഞാനിപ്പോ എന്റെ സ്വന്തം വീട്ടിലാണ്. വീട് ഞാൻ എന്റെ വീട്ടിൽ വന്നതിന്റെ ഐശ്വര്യമായിരിക്കും. സാധനം കിട്ടും. ഇതുകൊണ്ട് അത് ഇത്ര നേരം കത്തുന്നുണ്ടായിരുന്നു പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് കുത്തിവെച്ച് കത്തിക്കാൻ പറ്റും. ഇടയ്ക്ക് ഞാനൊരു സിനിമയുടെ ട്രെയിലറോ പാട്ടോ ഏതാണ്ട് കാണാനിടയായി. കുളിച്ചൊരുങ്ങി കുറിയും തൊട്ട് വരുന്ന ഫ്ലൈറ്റിലെ ഭഗവതി. സത്യം പറയാമല്ലോ, എനിക്കാണെങ്കിൽ അങ്ങ് പേടിയായി സിനിമയൊക്കെ റോസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ ഒരു 10 മാസം എടുക്കും ഒരു പടം ചെയ്ത് പ്രസവിക്കുന്നത് പോലെയാണ്. ഈ 10 മാസം ചുവന്ന് പ്രസവിച്ച സിനിമ നമ്മൾ എങ്ങനെ റോസ്റ്റ് ചെയ്യും? അത് വളരെയധികം റാങ് ആണ്. നിങ്ങൾക്ക് ഒരു iPhone 50 വെറും 1 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കണ്ടോ? അല്ല, കോമഡി ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ഈ സിനിമ ഉണ്ടാക്കുന്ന ചെറിയ കാര്യമൊന്നുമില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫർട്ട്. ഒരു ചെറിയ എഫർട്ട് ഒന്നും അല്ല. ഞാൻ അങ്ങ് വലിയ സിനിമ എന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവനും അല്ല, എന്നാ അങ്ങ് സിനിമ തള്ളി പറയുന്നവനും അല്ല. കളിക്കാരനും അല്ല, ഓഡിയൻസും അല്ല. സ്റ്റേജിന്റെ ഇപ്പുറത്ത് നിന്ന് എത്തി നോക്കുന്ന ആളാ ഞാൻ. എന്ന നിലയിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഏത് അരവിന്ദ് കാക്ക് കാണുമെന്ന് പറഞ്ഞാലും ഇനി ഏതവൻ പറഞ്ഞെന്ന് പറഞ്ഞാലും സിനിമ നല്ലതാണ്, ആൾക്കാർ പോയി കാണും. എന്തെല്ലാം കാര്യം സംസാരിക്കാനുണ്ട്. ഉള്ള പെൺപിള്ളേരെല്ലാം കേരളത്തിൽ നിന്ന് ഇന്ത്യക്ക് പുറത്ത് പോയിക്കൊണ്ടിരിക്കും. അറിയാവോ? നിനക്കൊന്നും പെണ്ണ് കിട്ടത്തില്ല. അറിയാവോ? ഇതുവല്ലോ അവിടെ മുല്ലപ്പെരിയാർ ഡാം ഏതാണ്ട് പുട്ടി ഏതാണ്ട് അടിച്ചു നിർത്തിയേക്കും. അതങ്ങാണ് ഇടിഞ്ഞു വീണ കേരളം ആന്തിപ്പോ. അറിയാവോ? അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആർക്കും സംസാരിക്കണ്ട. അരവിന്ദ് കോക്കിന്റെ സിനിമയുടെ റിവ്യൂ ആണ് നമ്മുടെ തുമ്പത്ത് തീ കൊളുത്തിയ വിഷയം. ഒരു ഫിലിം പ്രസവിക്കുക, അത് മുമ്പ് കാണാതെ റിവ്യൂ ചെയ്യുന്നത് ഏത് ലോകത്തെ ന്യായം? അത് ഒരു ലോകത്തെ ന്യായമല്ല. പ്രാവശ്യം ഞാൻ സീരിയസാ. മച്ചാമാരെ, എല്ലാം നല്ലതാണ്, പക്ഷെ ഈ ആരാധന നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആക്കരുത്. ഇനി അഥവാ നിങ്ങൾ അതൊരു പേഴ്സണാലിറ്റി ആക്കിയ വകതിരിവില്ലാത്തൊരു മൊണ്ണയായി പോകും. എനിക്ക് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജസിലും ഇങ്ങനെ നോക്കണം. ഒരുപാട് വിജയ് കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. സമന്ത കേട്ടോണേ വെൽസ് മലയാളത്തിൽ ടോവിനോട് കൂടെ ചെയ്യണമെന്നുണ്ട്. കേട്ടോണേ. കഷ്ടം തന്നെ. ഒരു ബഹുമാനൊക്കെ വേണ്ട. നമ്മളെ വിജയണ്ണനൊക്കെ വിജയിന്ന് എന്താ പറഞ്ഞാല് ഇവളൊക്കെ ഇവരുടെ കൂടെ പഠിച്ചതല്ല. സമന്ത, ടൊവിനോ, പിന്നെ വിജയണ്ണൻ, ഇവരൊക്കെ ഇവളെ കൂടെ പഠിച്ചതാണ്. അതുകൊണ്ടായിരിക്കും ഇവള് ഇങ്ങനെ സംസാരിക്കുന്നത്. കഷ്ടം തന്നെ. ഒരു നടി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു റെസ്പെക്ട് കൊടുത്തൂടെ? എന്താ പറഞ്ഞാല് നിന്നെക്കണ്ട സീനിയേഴ്സ് അല്ലേ ഇവരൊക്കെ. ഇവരെ കൂടെ അഭിനയിക്കണം എന്ന് പറയുന്നു. പക്ഷെ ഈ ഒരു ബഹുമാനം കൊടുക്കാണ്ട് പോയി അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും കഷ്ടം തന്നെ. എന്തായാലും നീ എന്തിനാ മോനെ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് നേരെ സംസാരിക്കരുത്. ചെറിയൊരു നാണത്തോടു കൂടി വിവരക്കേട് തന്നെ വിളിച്ച് പറയുക. ഇത് തന്നെ ഞാൻ പറയുന്ന ആരാധന മൂത്ത് മൊണ്ണയായി പോരുതെന്ന്. ഇവൻ പറയുന്ന അനുസരിച്ച്, ഇവന്റെ ശാസ്ത്രം അനുസരിച്ച് വാലന്റീനോ റോസി ചേട്ടൻ, കോണർ മക്ഗ്രഗർ മാമൻ, നരേന്ദ്രമോദി അങ്കിൾ, സമന്തേച്ചി, തമന്നേച്ചി, യവനെയൊക്കെ ആദ്യം തൊട്ട് നീ LKG ഡിസ്റ്റന്റ് ആയിട്ടിരുന്നൊന്ന് പഠിക്കുക കേട്ടോ. നിനക്കതാ നല്ലത്. അല്ലെങ്കിൽ വേണ്ട, പിള്ളേർക്ക് ഒരു ശല്യമാവും ചിലപ്പോ. മൂവി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് ലിയോയുടെ റിവ്യൂ ആ. തിയേറ്ററിൽ സിനിമ വല്ലതും കണ്ടോണ്ടിരുന്നില്ല. അവനെ പോലുള്ള ആരോടെങ്ങാണോ ഇങ്ങനെ വല്ലതും പറഞ്ഞോ? ഓണയ്ക്ക് ഒരു പാടൊക്കെ കാണുന്നുണ്ടല്ലോ. വിജയ് അണ്ണൻ എടുത്ത് വിളിക്കാത്തോണ്ട് ലഹള ഉണ്ടാക്കിയവനാ. കാരണം വെറുതെ LCU എന്നൊക്കെ പറഞ്ഞ് വെറുതെ തള്ളി വെക്കണ ഉള്ളു പടം. പടത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ദളപതി ഫാൻ ഇഷ്ടപ്പെടുമെങ്കിൽ ഇഷ്ടപ്പെടും. പക്ഷെ വെറുതെ ഫൈറ്റൊക്കെ അടിപൊളിയാ. സ്റ്റോറി ലൈനായിട്ട് ഒന്നുമില്ല ഇതിന്റെ അത്. സിനിമയുടെ റിവ്യൂ പറയുന്നത് വലിയ തെറ്റാണ്. അത് 10 മാസം ചുമന്ന്. അതിനാൽ തന്നെ ഈ വ്യക്തിക്കെതിരെ മിസ്റ്റർ മൊണ്ണേഷ് കുമാറും ടീംസും ബാലപീഡനത്തിന് കേസ് എടുത്തിരിക്കുന്നു. എനിക്ക് ലിയോ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിലെ ഭഗവതിയെ കാണാം. സീനിന്റെ തുടക്കത്തിൽ ഏതാണ്ട് കാണിക്കൂ. പൊക്കി നായകനെ നായികയെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. ഫ്രണ്ടിൽ കുടുംബക്കാർ. കുടുംബക്കാരുടെ പിന്തള്ളല് സഹിക്കാൻ വയ്യാതെ ശ്വാസം മുട്ടല് പോലെ അനുഭവപ്പെട്ട നായികയ്ക്ക് നായകൻ കൃത്രിമ ശ്വാസം കൊടുക്കുന്നു. അല്ലാതെ വേറൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഭാരതത്തിന്റെ ചോര ഓടുന്ന ഒരു വീട്ടിലും ഈ പരിപാടി നടക്കത്തില്ല. ചെരുപ്പ് 150 കിലോമീറ്റർ സ്പീഡിൽ നെറ്റിക്ക് വന്നടിക്കും. ചെരുപ്പ് കഴിഞ്ഞാൽ പിന്നെ ചൂട് 180 കിലോമീറ്റർ സ്പീഡിൽ വരും. അത് കഴിഞ്ഞ് തവ, അത് കഴിഞ്ഞ് ഫ്രൈങ് പാൻ, പിന്നെ കൂട്ട കരച്ചില്, പിന്നെ നാട്ടുകാരെ വിളിക്കുന്നു, വീട്ടുകാരെ വിളിക്കുന്നു, മുട്ട കരച്ചില്. ഇന്ന് മുതൽ എനിക്ക് ഇനി ഇതുപോലൊരു മോളില്ല. എന്റെ മോളി ചത്തു. ഓ, പ്രൈവറ്റ് ജെറ്റ്, റിച്ച് ടീംസാ. ഓ അത് ശരി. റൊമാൻസ്
പിന്നെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പൈലറ്റ് ഒന്നുമില്ല, ഇവര് തന്നെ കയറിയിരുന്നെങ്കിൽ പറപ്പിക്കുക. വാവ്, പ്ലെയിനിൽ കയറാൻ അറിയാത്ത പോലെ പ്ലെയിൻ ഓടിക്കാനായിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. നീ എടുക്കാനാടാ. നമ്മുടെ ഒരു വെജിറ്റേറിയൻ ചാനലാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ വെജിറ്റേറിയൻ ചാനലിൽ എന്നാ കഴിഞ്ഞെങ്കിൽ ഒന്ന് നോക്കി പോണേ, ഫ്രണ്ടിൽ കിളികളൊക്കെ ഉണ്ട്. ഓടിച്ചോടിച്ചെങ്കിൽ രാവിലെ ചേട്ടായി അച്ഛനിരുന്ന് ഓടിക്കുമായിരുന്നു രാത്രി മൊത്തം. അപ്പോഴാണ് നമ്മുടെ നായിക രാവിലെ കുളിച്ചൊരുങ്ങി കുറിയും കൊപ്പൊന്നും തൊട്ടിട്ടില്ല, കുളിച്ചൊരുങ്ങി സാരിയും എടുത്ത് പ്ലെയിനിലെ ഭഗവതി എഴുന്നള്ളിയത്. പ്ലെയിനിരുന്ന് പല്ലൊക്കെ തേച്ചോണ്ട് ഡ്രസ്സൊന്നും ഇല്ലാതെ പാട്ടും പാടിയിരുന്ന് പ്ലെയിനൊക്കെ ഓടിച്ചോണ്ട് അങ്ങ് പോവുക. ചായ കുടിക്കാൻ ഒന്ന് നിർത്താഞ്ഞ കാര്യമായി. ഓ ഇതെന്ത് നടക്കുന്നത്? വർഷങ്ങളായിട്ട് ലക്ഷങ്ങൾ മുടക്കി പൈലറ്റ് ആവാൻ പഠിച്ചോണ്ടിരിക്കുന്ന പിള്ളേരുടെ ഓണക്കിട്ടുള്ള അടിയാ ആ കണ്ണി തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓടിക്കോ ഒറ്റയ്ക്ക് ഓടിക്കോ, ഒന്നുമില്ല. താന്നു പോയാൽ ഇങ്ങോട്ട്, പൊങ്ങിപ്പോയാൽ അങ്ങോട്ട്, അത്രേ ഉള്ളൂ പ്ലെയിൻ. വേറെ വർഷങ്ങളായിട്ട് പ്ലെയിൻ ഓടിക്കാൻ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ പൈലറ്റ് അയച്ചുകൊണ്ട് പ്ലെയിൻ ഓടിക്കാൻ പഠിപ്പിച്ചു. ഇതിനെ കണ്ണടപ്പിച്ചേക്കുന്നേ. ഓ കണ്ണടച്ചോണ്ട്. അടുത്തത് ഇതാണോ പെറ്റിട്ട ഡയറക്ടർ? ഇതാണോ സംവിധായകൻ പെറ്റിട്ട സാധനം? സ്ഥലങ്ങളൊക്കെ മാറി കണ്ടിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ നിലയിൽ ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് അവളെ കണ്ണടച്ചിരുന്നെന്നാണോ പറയുന്നത്? എന്റെ ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% എക്സ്ട്രാ റിയൽ ക്യാഷ് കിട്ടും നിങ്ങളുടെ മൈ 11 സർക്കിൾ അക്കൗണ്ടിലേക്ക്. താല്പര്യമുള്ളവർക്കെല്ലാം ഡൗൺലോഡ് ദ ആപ്പ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടീം പോയി ക്രിയേറ്റ് ചെയ്യും. ഐഫോൺ വിൻ ചെയ്യാനും എക്സ്ട്രാ 20% ക്യാഷിന് വേണ്ടി എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്യണം. വിൻ ന്യൂ എക്സൈറ്റിംഗ് പ്രൈസസ് എവറി ഡേ. ഓ കണ്ണടച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്, തുറന്നിട്ടില്ല. ആത്മാർത്ഥത ഇങ്ങനെ കയറിയിരിക്കുക. ഇതുവരെ തുറന്നിട്ടില്ല ആത്മാർത്ഥത. കണ്ണ് തുറന്നപ്പോഴാണ് സർപ്രൈസ് ആയത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരുടെ കല്യാണം എന്താണ്ട് അവിടെ വെച്ച് ഇങ്ങനെ അങ്ങ് തീരുന്നു. പിന്നെ എന്താ പിന്നെ എനിക്ക് സിനിമയോട് വിരോധമൊന്നുമില്ല. കണ്ടപ്പം ഊക്കാൻ തോന്നി ഊക്കി, അത്രേ ഉള്ളൂ. അതിന്റെ പേര് നമ്മളാരും തൂക്കിലേറ്റാൻ വരരുത്. ഞാൻ സീക്രട്ട് ആയിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്ന റീൽസ് നിങ്ങൾക്ക് കാണണോ? കാണണമെങ്കിൽ ഇങ്ങോട്ട് വെക്കോ.